കേരളം ഒക്കെ പ്രശ്നമുള്ള സമരഭൂമിയിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സമരം ചെയ്യുന്ന ജനതയുടെ ആവശ്യം ന്യായമാണ്. അവർ കരമടച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിലാണ് വഖഫ് ക്ലെയിം വന്നിരുന്നത്. അവർ സമരത്തിലുയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, അവരുടെ വികാരവും ന്യായമാണ്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാനും ഇപ്പോൾ കരമടച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ അവരുടെ നിയമപരമായ അവകാശം അത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വെച്ചത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് അതിനു മുമ്പ് ഉന്നതതല യോഗം ചേർന്നിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രിയും 3 മന്ത്രിമാരടങ്ങുന്ന ഉന്നതതല യോഗം ചേർന്ന കാര്യങ്ങൾ ഗൗരവമായി അന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ. ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുള്ളത് അറിയാം. ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റെ സാങ്കത്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്തു. എന്നിരുന്നാലും ഈ ഫെബ്രുവരി 28-ാം തീയതിയോടുകൂടി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്ക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് കോഴിക്കോട് വഖഫ് കോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ തീരുമാനങ്ങൾ കൂടി ആശ്രയിച്ചു. എന്നിരുന്നാലും ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അവരുടെ ഒപ്പമാണ് ഗവൺമെൻറ്, അവരുടെ മുന്നിലാണ്, അവരെ പൂർണ്ണമായും സംബന്ധിച്ചത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രത്യേകത്തിൽ നിൽക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്ന സമരം അവസാനിപ്പിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ 127 ദിവസമാണ് ഈ സമരം. ഇത് എങ്ങനെ അവസാനിക്കാനുള്ളത്? ഏറ്റവും നന്നായി അവസാനിക്കും. അത് എന്നായിരുന്നു? അതെ, ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് 28-നാണ് വരുന്നത്. ഗവൺമെൻറ് അത് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ വെച്ചു. ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് സാറിൻ്റെ നിലപാടെന്നാണ്? എനിക്കറിയില്ല. കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവർ തീരുമാനിക്കാം. കോടതി ഇല്ല, ഞാൻ വന്നിരുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും എതിരുമല്ലല്ലോ. അവരുടെ സമരസമിതിയുടെ നേതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും ആശയവിനിമയം നടത്താറുണ്ട്. ഏതാ പ്രസംഗിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. നിയോജകമണ്ഡലത്തിൽ ഒരു മെമ്പർ വോട്ടർ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ MLA-നോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഈ ദിവസം ഈ വിരൽത്തുമ്പിൽ മാത്രമല്ല ഞങ്ങൾക്ക് അധികാരമുള്ളത്. അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ചോദിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ട്. എന്നാൽ സാർ വരെ ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിയാണല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളൂ. പോപ്പിനെ പറ്റി അങ്ങനെ പറയാമോ സാറിന്? ഒട്ടും യോഗ്യതയില്ല. പോപ്പിനെ പറ്റി പറയാണ്ട് അങ്ങനെ യോഗ്യതയില്ല സാറിന്. അത്രയും വലിയതായിട്ടില്ല സാർ. അല്ല, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം. ഞങ്ങൾക്കില്ല സന്തോഷം. മാപ്പ് പറയണം. സാറ് ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടില്ല. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കരുത്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന കാലം. ഇപ്പൊ ഈ 127 ദിവസം കാത്തിരിക്കണമെന്നില്ലേ സാറിന് ഇവിടെ വരാൻ വേണ്ടി? ഞാൻ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ. അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ, ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ. അപ്പോൾ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം സംസ്കാരമാണ്.
ഞങ്ങൾക്ക് സാറിനോട് സ്നേഹക്കുറവൊന്നുമില്ല. ഞങ്ങൾ ജയിപ്പിച്ചിട്ട് നേതാവായതുകൊണ്ട് മാത്രം ചോദിച്ചു. അതിന് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജനപ്രതിനിധിയാണ് സാർ. എന്റെ ആദ്യത്തെ 2 യോഗങ്ങളിൽ നിങ്ങളെ ഞാൻ അഡ്രസ് ഞങ്ങൾ എത്ര വർഷമായി അറിയാമോ ഞങ്ങൾ ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വർഷമായി അറിയാമോ? നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ, മുകളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റൂല സാറേ. നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ബീച്ച് നിവാസികൾ എന്ന് പറയണ ഇവിടെ ഭയങ്കര തീരദേശ വികസനമൊക്കെ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഈ സമരം കൊണ്ട് മാത്രം ജീവിക്കണ വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ പള്ളിപ്പറം പഞ്ചായത്തിൽ 1-23 വാർഡിലെ വ്യക്തികൾ. കാരണം ഒരു പാലം സാറിനറിയാം അവിടുത്തെ. ഞങ്ങൾ ഈ അടുത്ത ദിവസം സാറിൻ്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവിടെ തുരുമ്പിച്ച് കിടക്കണേന്ന് അവിടെ സാധനങ്ങൾ. അപ്പം ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാർ അരിയത്ത് വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സാറിനോട് തർക്കിക്കാനോ ഒന്നും വന്നതൊന്നല്ല. ഞങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്തായാലും കേട്ടോ. കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, മനസ്സ് കൂടി കാണിക്കണം. ചെയ്യാം കേട്ടോ.